അയ്യോ ഒന്നും പറയണ്ട ഗൈസ്. 3 വർഷത്തെ ജർമ്മനിയിലെ എൻ്റെ ജീവിതം ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ നിന്ന് എന്നിൽ നിന്ന് പറിച്ച് മാറ്റി എന്ന് പറയാം. ഞാനിന്ന് ഇവിടെ ഇപ്പോൾ യു കെയിലാണ്. യു കെയിൽ ഇപ്പോൾ കുർബാനയ്ക്ക് പോയതാണ്. ഇംഗ്ലീഷ് കുർബാനയായിരുന്നു. ഇവിടെ നമുക്കിന്ന് ഓശാനയുടെ കർമ്മങ്ങളുണ്ട്. അപ്പോൾ അതിന് പോയതാ. നാളെ മലയാളം കുർബാനയുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വെറുതെ ഇരിക്കുന്ന കാരണം ഇന്ന് വിചാരിച്ച് കുർബാനയ്ക്ക് പോയതാണ്. കുർബാനയ്ക്ക് പോയിട്ട് നമുക്ക് ബുക്ക് വരും. ആ ബുക്കിലുള്ളത് ഒഴിച്ച് ബാക്കി ഒന്നും എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ല എന്ന് പറയും. ഇംഗ്ലീഷ് ഓൾറെഡി ഞാൻ വീക്കാണ്. പക്ഷേ ഇംഗ്ലീഷ് കുർബാന കാണാൻ ഞാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സെമിനാറിലായിരിക്കും വേണമെങ്കിൽ ഇംഗ്ലീഷ് കുർബാന കണ്ടത്. അതിനുശേഷം എനിക്ക് ഒരു 5-6 വർഷത്തിന് ശേഷമാണ് ഇന്ന് ഇപ്പം ഇംഗ്ലീഷ് കുർബാനയ്ക്ക് ആദ്യമായിട്ട് പോയത്. ലാറ്റിൻ ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അറിയാം എന്താ നടക്കാൻ പോകുന്നത്. പക്ഷേ അച്ഛൻ എന്തൊക്കെയോ മൈക്കിലൂടെ വിളിച്ച് പറഞ്ഞു പറയും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ദിവസം ജർമ്മനി വന്നപ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് അതേ അനുഭവമാണ് ഇന്ന് ഫീൽ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുറേ അമ്മമാരൊക്കെ തൊട്ടപ്പുറത്ത് അമ്മച്ചി ഒരു ആവശ്യമില്ല എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നേരും. മോനെ ഏതാ കണ്ടിട്ടില്ലല്ലോ അത് എന്തൊക്കെ അറിയണം അതും ഇംഗ്ലീഷ്. ഞാനാണെങ്കിൽ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയി. അതിനിടയ്ക്ക് സ്വർഗസ്ഥനായ നന്മറിന് പറയാൻ പോലും എനിക്ക് ഇംഗ്ലീഷ് ചെല്ലാൻ അറിയത്തില്ല. ശരിക്കും എന്നെ തന്നെ ഭയങ്കര ക്ഷേമമായിട്ട് അവസ്ഥയാണ് ഗൈസ്. ഇംഗ്ലീഷ് ടോട്ടലി വിട്ടുപോയി.